സൽമാൻ ചിത്രം സിക്കന്ദറിന് മോശം പ്രതികരണമാണ് ലഭിക്കുന്നത്. എന്താണ് ശരിക്കും സിക്കന്ദറിന് സംഭവിച്ചത്? ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മറികടക്കുന്നത് പതിവാക്കിയ സൽമാൻ ഖാന് ഇത്തവണ ഒരു റെക്കോർഡും തകർക്കാൻ സാധിച്ചില്ല. ഒടുവിൽ നായികയായ 3 ചിത്രങ്ങളും വമ്പൻ വിജയമായ രശ്മിക മന്ദാനയ്ക്കും സിക്കന്ദറിന്റെ മോശം പ്രകടനം തിരിച്ചടിയായിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈദ് റിലീസെത്തിയ സൽമാൻ ചിത്രമാണ് സിക്കന്ദർ. റിലീസിന് മുമ്പ് തന്നെ വലിയ ചർച്ചയായ ചിത്രത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകവും ആരാധകരും കാത്തിരുന്നത്. റിലീസ് ദിവസം ആഗോളതലത്തിൽ 54 കോടി വരുമാനം നേടിയെങ്കിലും മോശം പ്രതികരണങ്ങളെ തുടർന്ന് 2ാം ദിവസം മിക്കയിടങ്ങളിലും ആളില്ലാത്തതിനാൽ ഷോ റദ്ദാക്കുകയാണ് ചെയ്തത്. സിക്കന്ദറിന്റെ ഷോ പലയിടങ്ങളിലും റദ്ദാക്കിയ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. പല സ്ഥലങ്ങളിലും മുൻകൂർ ബുക്കിംഗിൽ ടിക്കറ്റുകൾ വിറ്റുപോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് എല്ലാ കോണുകളിൽ നിന്നും തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നതും. കാലഹരണപ്പെട്ട തിരക്കഥയാണ് സിക്കന്ദറിലേതെന്നും അതിനാൽ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ബോറടിപ്പിക്കുന്ന ചിത്രമാണ് ഇതെന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. സിനിമയുടെ മ്യൂസിക്കിനും വലിയ വിമർശനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് നാരായണൻ നൽകിയ സിനിമയുടെ പശ്ചാത്തല സംഗീതം കഥയുമായി ചേർന്നു പോകുന്നതല്ലെന്നും ഗാനങ്ങൾ നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു. റിലീസിന് മുമ്പ് തന്നെ സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങിയതും സിക്കന്ദറിന് വിനയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ സിനിമയുടെ പരാജയത്തിൽ നിരാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് സൽമാൻ ഖാൻ. മറ്റുള്ള ബോളിവുഡ് താരങ്ങളുടെ സിനിമകൾ താൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. എന്നാൽ തന്റെ സിനിമകളുടെ കാര്യം വരുമ്പോൾ ബോളിവുഡ് മൗനം പാലിക്കുകയാണെന്നും നടൻ പറഞ്ഞു. ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത് എനിക്ക് പിന്തുണയുടെ ആവശ്യമില്ലെന്നായിരിക്കും. എല്ലാവർക്കും പിന്തുണ ആവശ്യമാണ്, എനിക്കുമെന്നും സൽമാൻ ഖാൻ പറയുന്നുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ പ്രതികരണത്തിലും പിന്നോട്ടാണ് സിക്കന്ദർ. പ്രതീക്ഷകൾക്ക് വിപരീതമായി മോശം പ്രതികരണമാണ് സിനിമയ്ക്കുടനീളം ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സിനിമയുടെ ഷോകൾ കൂടുതലായും ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നുവരുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.